ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മുകുന്ദൻ ഗിരിയോട് പറയണേ, നീ സഞ്ജയ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതിയില്ല, എനിക്കൊരു പരാതിയില്ല, അവനെ വിട്ട് നൽകണം എന്നൊക്കെ നീ പോയി പറഞ്ഞു. പിന്നെ ഞാൻ നീയായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല, നല്ല കർശനമായിട്ട് തന്നെ പറഞ്ഞു. ഗിരിക്ക് നല്ല ഫീലാണ്, ഹേർട്ടാവണ പോലെ തന്നെ നമ്മുടെ മുകുന്ദൻ സംസാരിച്ചു കേട്ടോ. അത് നന്നായി നമ്മുടെ ഗിരിക്ക് കൊണ്ടിട്ടുമുണ്ട്. സാധാരണ പറഞ്ഞു പറഞ്ഞാൽ മിണ്ടുന്ന ആളാണ്, പക്ഷേ ഇപ്രാവശ്യം നാളെ മിണ്ടിയില്ല കേട്ടോ. എന്നിട്ട് ഗിരി വീട്ടിലോട്ട് വരിക, ഗൗരമ്മേൻ്റെ വീട്ടിലേക്ക് വരിക. എന്നിട്ട് ഗൗരമ്മയോട് പറയും, സാധാരണ അവൻ എൻ്റെ അടുത്ത് 100 പ്രാവശ്യം മിണ്ടില്ല എന്ന് പറയും, പക്ഷെ അവൻ പിന്നെ വന്ന് എൻ്റെ അടുത്ത് മിണ്ടും. പക്ഷേ ഇപ്രാവശ്യം അവൻ പറഞ്ഞത് നന്നായിട്ടാണ് പറഞ്ഞത്. ചിരിയോടെ തന്നെയാണ് ഗൗരമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്രാവശ്യം അവന് എന്നോട് മിണ്ടണേ ഇല്ല ഗൗരമ്മയെ വേണ്ടി പറയണേ. എനിക്ക് ഗോപാൽജിയോട് കടപ്പാടൊക്കെ ഉണ്ട്, പക്ഷേ സഞ്ജയിനെ എനിക്ക് സഹായിക്കാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്രാവശ്യം ചെയ്ത് അവൻ എനിക്ക് നന്നായി ചെയ്തത്, അപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇവനെ വേണോ സഞ്ജയിനെ വേണോ ചോദിച്ചു പറഞ്ഞാൽ ഞാൻ ഇവനെ തന്നെ വേണം പറയും. കാരണം ഇവനെ കഴിഞ്ഞിട്ട് എനിക്ക് ഗോപാൽജി ഉള്ളൂ അല്ലെങ്കിൽ സഞ്ജയ് ഉള്ളൂ കൊണ്ട് പറയണം. ഇത് കേൾക്കുമ്പോൾ വക്കീലിൻ്റെ മനസ്സെന്നും എവിടെ നിന്നൊക്കെയോ കണ്ണീര് ഒലിക്കുകയാണ് കേട്ടോ. ഗിരിക്ക് എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നോ പറഞ്ഞിട്ട് വിചാരിക്കുകയാണ്. അത് അത്ര നേരം വക്കീൽ തിരിഞ്ഞിട്ട് നിൽക്കുകയാണ്, ഗിരിയെ ഫേസ് ചെയ്യാൻ ഇതായിട്ട് ദേഷ്യം വന്നിട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ്. അത് കേട്ടതും ഇവനല്ലാണ്ട് വേറെ ആരും ഉണ്ടാവില്ല എന്ന് പറയുമ്പോഴേക്കും വക്കീൽ ഇങ്ങോട്ട് തിരിയാണ് കേട്ടോ. കണ്ണിൽ കൂടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഗിരി വക്കീലിൻ്റെ അടുത്ത് പോയിട്ട്, നീ അപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ സഞ്ജയായിട്ടുള്ള എല്ലാ ബന്ധവും ഒഴിവാക്കാൻ വേണ്ടി നിന്നാണ്, പിന്നെ നമ്മുടെ മര്യാദ അങ്ങനെയല്ലല്ലോ. അപ്പം ഞാൻ ഗോപിൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു, എന്നെക്കൊണ്ട് പറ്റില്ല, ഞാൻ ആ പരാതി പിൻവലിക്കില്ല എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി എനിക്ക് പിണക്കം ഉണ്ടാവുമോ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ മുഖത്തിൻ്റെ കണ്ണിൽ കൂടെ വെള്ളം ഒഴുകണം. ഇതാണ് ഇവൻ്റെ കുഴപ്പം. എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞാൽ പെട്ടെന്ന് പിണങ്ങും ചെയ്യും, കണ്ണിൽ കൂടെ വെള്ളമാക്കും, വെള്ളം വരും, സെൻറ്റിയാക്കും. എന്താടാ ഇങ്ങനെ പണ്ട് സംസാരിക്കണം. അപ്പോൾ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു നീ സഞ്ജയായിട്ടുള്ള എല്ലാ ബന്ധവും അപ്പം തന്നെ ഒഴിവാക്കുമായിരുന്നില്ലേ, പറയാൻ വൈകിപ്പോയി പണ്ട് പറയണം. ഞാൻ ഒഴിവാക്കും, നീ പറഞ്ഞതാണ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടാവും പറഞ്ഞിട്ട് പറയണം കേട്ടോ. അപ്പോൾ ഇനി നീ സഞ്ജയായിട്ടുള്ള ആ ഒരു പരാതി നീ പിൻവലിക്കില്ലല്ലോ. ഇല്ല, നീയാണ് സത്യം അല്ലെങ്കിൽ ദൈവമാണ് സത്യം, ഞാൻ ആ പരാതി പിൻവലിക്കില്ല, നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് എല്ലാം കൊണ്ട് പറയണം. ഒരു നിമിഷം കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും കണ്ണ് നിറയിപ്പിച്ചു നമ്മുടെ വക്കീലല്ലേ. എന്തായാലും ഒരു സൗഹൃദത്തിൻ്റെ ഒരു സീനൊക്കെയാണ് അതിൽ കാണിക്കുന്നത് കേട്ടോ, അവരുടെ ഒരു ബോണ്ടിങ് ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇതൊക്കെ ആയിരിക്കും. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.